Assalamu alaikum, നമസ്കാരം. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ PCODക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആട്ടോ പറയാൻ പോകുന്നത്. PCODയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണമെന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ നിൽക്കുന്നവരുണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർ. എല്ലാ വീഡിയോസും കാണും, എല്ലാത്തിനും കമൻറ്റ് ഇടുന്നവർ, അവർക്ക് വേണ്ട വീഡിയോസ് എന്നോട് ആവശ്യപ്പെടുന്നവർ. അപ്പോൾ നമുക്ക് കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഞാൻ വിചാരിക്കുന്നത് എന്തിനെക്കുറിച്ച് വീഡിയോ ഇടും, കാരണം ഓൾമോസ്റ്റ് എല്ലാത്തിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ, ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്കൊരു കണ്ടന്റും കിട്ടുമല്ലോ അതിനെക്കുറിച്ച് ഇടാനായിട്ട്. താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ അവർ പറയുന്നത്. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ആവശ്യമുണ്ടോ എന്ന് തോന്നുവാണെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. PCOD എന്ന് പറഞ്ഞാൽ ലേഡീസിനുണ്ടാവുന്ന ഒരു പ്രോബ്ലം ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ യൂട്രസിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വെയിറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും. അതുപോലെ ഹോർമോൺസിൻ്റെ ഒരുപാട് ഇംബാലൻസ് PCOD ഉള്ളവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഫേസിൽ. അതുപോലെ ഫേസിൽ ചെറിയ ചെറിയ എക്നേസ് ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല വൈറ്റ് കളർ, നല്ല ക്ലിയർ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ PCOD ഒന്ന് വന്നു കഴിഞ്ഞാൽ മതിയാവും. അവരുടെ സ്കിന്നിൽ ആകെ കുരുക്കളായിരിക്കും, ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടാവും. ചിലരുടെ വലിയ പിമ്പിൾസ് കാണാറുണ്ട്. അതുപോലെ തന്നെ കറുത്ത പാടുകൾ ഫേസിൽ മുഴുവൻ വരും. അത് ഈ മുഖക്കുരു ഉണങ്ങിയ അല്ലാതെയും കുറേ പാടുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഡള്ളായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാവാറുണ്ട് ഈ PCOD ഉള്ള ലേഡീസിന്. അപ്പോൾ PCODയുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹോർമോൺസിന്റെ ഇംബാലൻസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ലേഡീസിന്റെ ബോഡി എന്ന് പറയുന്നത് തന്നെ ഫുൾ ഓഫ് ഹോർമോൺസ് ആണ്. ഹോർമോൺസിന്റെ ബാലൻസിൽ നിൽക്കും, ചിലപ്പോൾ അതിന്റെ ഇംബാലൻസ് ഉണ്ടാവും. ബാലൻസിൽ നിൽക്കുമ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ നമ്മളല്ലാതെ വേറൊരു വ്യക്തിയായിട്ട് മാറും. ഇങ്ങനെ ഒരുപാട് ട്രബിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഹോർമോൺസിന്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും, ഇതൊന്നും ഓർക്കാതെ ചിലർ മനസ്സിൽ വിചാരിക്കുന്നതാണ്, എനിക്ക് എന്താ പറ്റിയേ, എനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതൊന്നും അല്ല. ഇതൊക്കെ മെയിനായിട്ട് ഹോർമോൺസിന്റെ വേരിയേഷൻ ഉണ്ടാവുന്നതുകൊണ്ടാട്ടോ നമുക്ക് ഇങ്ങനെ മെന്റൽ ട്രോമയും ട്രബിളും ഒക്കെ ഉണ്ടാവുന്നത്. അതൊന്നും കാര്യമാക്കേണ്ട, അതൊക്കെ ഓക്കെ ആക്കാൻ നമുക്ക് PCOD ഉള്ളവർക്കുള്ള ഡയറ്റ് പ്ലാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് പ്ലാനിലോട്ട് നമുക്ക് വേഗം തന്നെ കിടക്കാം. PCOD ഉള്ളവർ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാന ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ സീഡ്സ് ആണ്. പംകിൻ സീഡ്സ് യൂസ് ചെയ്യാം, ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യാം, ചിയ സീഡ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പപ്പായ സീഡ്സ്, ഇങ്ങനെ ഒരുപാട് സീഡ്സ് ഉണ്ട്. ഇതുപോലെയുള്ള സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഫ്ലാക്സ് സീഡ്സ് തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഫ്ലാക്സ് സീഡ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ആക്കിയിട്ട് ഒരു ടിന്നിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. എത്ര റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ചില സമയത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൂത്ത ചൊവ്വയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുക്കാം. നന്നായി തിളപ്പിച്ച വെള്ളമായിരിക്കണം. അത് ഒന്ന് ചൂടാറുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ, ടേബിൾ സ്പൂൺ ആട്ടോ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുക. അതിനുശേഷം 1 മണിക്കൂർ ഒന്നും നമ്മൾ കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ല. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം, ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ, ദോശയാണെങ്കിൽ, അപ്പം ആണെങ്കിൽ, പുട്ടാണെങ്കിൽ, പൂരി വേണ്ട കേട്ടോ, എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് ബാക്കി എന്ത് ഭക്ഷണവും യൂസ് ചെയ്യാം. 2 എണ്ണം മാത്രം. കടല, പയറ്, പരിപ്പ്, മുതിര തുടങ്ങിയ പയറുവർഗ്ഗങ്ങളാണ് അതിനൊരു കോമ്പിനേഷനായിട്ട് നല്ലത്. ഇനി എഗ്ഗ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗും യൂസ് ചെയ്യാം, അതിന് പ്രോബ്ലം ഒന്നുമില്ല. ഇനി അടുത്ത മിഡ് മോർണിംഗ് ടൈമാണ്. മിഡ് മോർണിംഗ് ടൈമിൽ നിങ്ങൾക്ക് കരിക്കും വെള്ളം, നാരങ്ങാ വെള്ളം, മോരും വെള്ളം, ഇങ്ങനെയുള്ള വെള്ളങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ജ്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് അധികം ജ്യൂസ് ആക്കണ്ട കേട്ടോ. ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ആപ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും, പേരയ്ക്ക നല്ല ഫ്രൂട്ടാ, തണ്ണിമത്തൻ കുഴപ്പമില്ല, നല്ല ഫ്രൂട്ടാ, ഓറഞ്ച്, മുസമ്പി ഒക്കെ വൈറ്റമിൻ സി കൂടുതലായിട്ട് നൽകുന്ന ഫ്രൂട്ട്സ് ആണ്. ഇതുപോലെയുള്ള ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് മിഡ് മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യാം. അതായത് ഒരു 10-11 മണിക്ക് ഈ ഫ്രൂട്ടിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഉച്ചയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചപ്പാത്തി ആട്ടോ. ഗോതമ്പിൻ്റെ ആഹാര സാധനം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചപ്പാത്തി ആണെങ്കിലും ഗോതമ്പ് ദോശയാണെങ്കിലും ഒക്കെ 2 എണ്ണം മാത്രം ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡ് യൂസ് ചെയ്യാം. മീൻ കറി ഇഷ്ടമാണെങ്കിൽ ഫിഷ് കറി യൂസ് ചെയ്യാം. ചെമ്മീൻ, ഞണ്ടകക്കറച്ചി, കൂന്തൽ ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊന്നും വേണ്ട.
വേണ്ട. കാരണം അതത്ര നല്ലതല്ല. നമുക്ക് അലർജിക് ഫിഷുകളൊക്കെ ആയതുകൊണ്ട് ബോഡിക്ക് ചിലപ്പോൾ റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കോളൂ. സാലഡ് യൂസ് ചെയ്യാം, അതുപോലെ ഇലക്കറികൾ യൂസ് ചെയ്യാം, പച്ചക്കറികൾ യൂസ് ചെയ്യാം. കിഴങ്ങ് വർഗ്ഗമൊന്നും വേണ്ട. ഉരുളക്കിഴങ്ങ്, കപ്പ, ചേന, ചേമ്പ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഇനി ടീ ടൈമിലാണ്. ടീ ടൈമിൽ നട്ട്സിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ബദാമോ കാഷ്യൂസോ അല്ലെങ്കിൽ വാൾനട്ടോ എന്താണെങ്കിലും ഒരു 5 മാത്രം. അതും ചായ, പാല് വേണ്ട കേട്ടോ. കട്ടൻ ചായ നല്ലത്. കട്ടൻ ചായ മധുരയിടാതെ യൂസ് ചെയ്യാം. കട്ടൻ കാപ്പി ആണെങ്കിലും മധുരയിടാതെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ ടീ യൂസ് ചെയ്യാം. ഓക്കെ. പാല് കംപ്ലീറ്റ് ആയിട്ട് 1 മന്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ചിക്കൻ 1 മന്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഇനി രാത്രി ഡിന്നർ ഒരു 6:30ക്ക് കംപ്ലീറ്റ് ചെയ്യുക. 6:30, 7-നപ്പുറം ഒരിക്കലും ഡിന്നർ പോകാൻ പാടില്ല. റാഗിയുടെ ദോശ, റാഗിയുടെ പുട്ട് അല്ലെങ്കിൽ ഓട്സ് വെറുതെ നമ്മൾ കുറുക്കിയെടുക്കുമല്ലോ, അതുപോലാണെങ്കിൽ വെള്ളത്തിൽ വെറുതെ കുറുക്കിയെടുക്കാം. ഒരുപാട് വേവിച്ച് കുറുക്കരുത്. ഒന്നെങ്കിൽ തിളച്ച വെള്ളം ഓട്സിലോട്ട് ഇട്ടിട്ട് 10 മിനിറ്റ് നമ്മൾ മൂടി വെക്കുക. അതിനുശേഷം അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലോട്ട് ഓട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അല്ലാതെ ഒരുപാട് ഇട്ട് വേവിച്ച് കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലറി കൂടും, ഫൈബറൊക്കെ നഷ്ടമാവുകയും ചെയ്യും. ഈ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം, 200 ml ചൂടുവെള്ളത്തിൽ കറുകപ്പട്ടയുടെ സ്റ്റിക്ക് വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ച് നേരത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് ഒരു ചെറിയ ടീസ്പൂൺ മതി. കുഞ്ഞി ടീസ്പൂണില്ലേ നമ്മൾ മസാലകളിലൊക്കെ ഇടില്ലേ, അത്രയുള്ള കുഞ്ഞി ടീസ്പൂണിൽ 1 ടീസ്പൂൺ കറുകപ്പട്ടയുടെ പൊടി 200 ml ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. ഈ കറുകപ്പട്ടയുടെ പൊടി ഇട്ടിട്ട് വെള്ളം ഒരിക്കലും തിളപ്പിക്കരുത്. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. മനസ്സിലായോ? ഇതാണ് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേക്കറി ഐറ്റംസ്, ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് ഇതൊന്നും അലോഡ് അല്ല. അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് 1 മന്ത് കംപ്ലീറ്റ് ഒഴിവാക്കുക. പരിപ്പ് വട, സവാള വട, പഴംപൊരി, ചിപ്സ് ഐറ്റംസ്, അങ്ങനെയുള്ള സ്നാക്കുകൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ പാൽ ഒഴിവാക്കുക, ചിക്കൻ ഒഴിവാക്കുക. റെഡ് മീറ്റ്സ് വല്ല മന്ത്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാമെന്നല്ലാതെ എപ്പോഴും വേണ്ട. മീൻ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ചെമ്മീൻ, ഞണ്ട്, ഇറച്ചി, കൂന്തൽ ഇങ്ങനെയുള്ള ഷെൽഫിഷുകൾ ഒഴിവാക്കുക. ബാക്കി ഇപ്പോൾ ചാള, അയില പോലുള്ള മത്സ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതുപോലെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. പെർഫ്യൂംസ് അധികം വേണ്ട. പെർഫ്യൂംസ്, എയർ ഫ്രഷ്നേഴ്സ് ഇതൊക്കെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഫ്രിഡ്ജിൽ കറികളൊക്കെ സൂക്ഷിച്ചിട്ട് നമ്മൾ റീയൂസ് ചെയ്യുമല്ലോ, ആ ഒരു സ്വഭാവം വേണ്ട. പ്ലാസ്റ്റിക് പാത്രങ്ങൾ അധികം യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ കറികളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ മാത്രം അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ടിഷ്യൂവിൻ്റെ അമിതമായ ഉപയോഗം ഒഴിവാക്കുക. പിന്നെ അതുപോലെ സാനിറ്റൈസർ, വീട്ടിലിരിക്കുന്നവർക്കൊന്നും അധികം സാനിറ്റൈസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യണം. പക്ഷെ വീട്ടിൽ ഇരിക്കുന്ന ആളുകൾ ഹാൻഡ് വാഷ് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഹാൻഡ് വാഷ് ചെയ്യുക. സാനിറ്റൈസർ എന്തായാലും കെമിക്കലാണല്ലോ, അപ്പോൾ അത് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു രാവിലെ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ടീ ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ സീഡ്സ് യൂസ് ചെയ്യാം. പപ്പായ സീഡ്സോ അല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഒക്കെ ഒരുപാട് നല്ല. ഇടയ്ക്ക് എന്തെങ്കിലും കുറയ്ക്കണമെന്ന് തോന്നുവാണെങ്കിലും അത് യൂസ് ചെയ്യാം. പക്ഷേ ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ഒരു ഹാൻഡ്ഫുൾ മാത്രം. ഇപ്പോൾ പീനട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ മാത്രം കേട്ടോ യൂസ് ചെയ്യാം. ബദാമോ കാഷ്യൂസോ വാൾനട്ടോ ഒക്കെ ആണെങ്കിൽ 5 മാത്രം. അങ്ങനെ ഒരു അളവ് വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക. ജ്യൂസ് വേണ്ട, ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഒരു ദിവസം ഒരു 2 ഫ്രൂട്ടേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ മിഡ് മോർണിംഗ് ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സമയത്ത് ഒരു ആപ്പിളും യൂസ് ചെയ്യാം. അല്ലാതെ എല്ലാ ഫ്രൂട്ട്സും കൂടെ കുറേ ക്വാണ്ടിറ്റി ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഡയറ്റ് കറക്റ്റായിട്ട് 1 മന്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ PCOD ക്യൂർ ആകുന്നതായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ആ റിസൾട്ട് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.